السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إنا أنزلناه في ليلة القدر وما أدراك ما ليلة القدر. ليلة القدر خير من 1000 شهر. تنزل الملائكة والروح فيها بإذن ربهم من كل أمر. سلام هي حتى مطلع الفجر. صدق الله العظيم. ബഹുമാന്യരായ സഹോദരന്മാരെ, സത്യവിശ്വാസികളെ, ജീവിതത്തിൻ്റെ നാനാ മേഖലകളിൽ സർവശക്തനായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ സൂക്ഷിച്ച് ജീവിക്കാനും അല്ലാഹുവിൻ്റെ അന്ത്യദൂതൻ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ പ്രായോഗിക ജീവിതത്തിൽ പകർത്താനും ഞാൻ എന്നോടും നിങ്ങൾ ഓരോരുത്തരോടും ഓർമ്മിപ്പിക്കുകയാണ്. പരിശുദ്ധമായ റമദാൻ അതിൻ്റെ 2 പത്തുകൾ പിന്നിട്ട് കഴിഞ്ഞിരിക്കുന്ന ഈ സന്ദർഭത്തിൽ ഇനി 3-ൽ 1 ഭാഗം മാത്രമാണ് നമുക്ക് മുമ്പിൽ അവശേഷിക്കുന്നത്. ഈ 3-ൽ 1 ഭാഗം നമ്മുടെ ജീവിതത്തിലെ നിർണായകമായ ഒരു സുവർണ നിമിഷങ്ങളാണ്. ഈ സമയത്തെ വേണ്ടുവോളം വിചാരവിധേയമാക്കി നമ്മുടെ ജീവിതത്തിൽ വരുത്തേണ്ട പരമാവധി മാറ്റങ്ങൾ വരുത്തി തീർക്കാനുള്ള സന്ദർഭമായി കാണുകയും അതിനുവേണ്ടിയുള്ള നിരന്തരമായ ശ്രമങ്ങളിൽ ഏർപ്പെടുകയും ചെയ്യേണ്ടതാണ്. നമ്മുടെ ജീവിതത്തിൽ ഒരു പക്ഷേ ഇത് അവസാന റമദാൻ ആണെങ്കിൽ നമുക്ക് സൽക്കർമ്മങ്ങൾ ചെയ്യാനുള്ള, ജീവിതത്തിൽ ഇനി ഒരിക്കലും മടങ്ങി വരാത്ത ഏറ്റവും സുവർണ നിമിഷങ്ങളായിരിക്കും ഇത്. അള്ളാഹു നമുക്കെല്ലാവർക്കും അവന്റെ മാർഗത്തിലായി ദീർഘായുസ്സും ആരോഗ്യവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരന്മാരെ, ഈ പരിശുദ്ധ റമദാനിൽ അതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണ്? ഉൻസില ഫീഹിൽ ഖുർആൻ, ഖുർആൻ അവതരിപ്പിക്കപ്പെട്ടു എന്നതാണ്. ഈ ഖുർആൻ അവതരിപ്പിക്കപ്പെട്ട മാസത്തിൽ, ആ മാസത്തിൽ തന്നെ ഖുർആൻ അവതരിപ്പിച്ച ആ രാത്രിയുണ്ട്. ആ രാത്രിക്കാണ് അതിലെ ഏറ്റവും വലിയ പ്രത്യേകതകളുള്ളത്. പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ ഖദർ നമ്മളോട് പറയുന്നുണ്ട്, ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തിൽ ഖദർ. ആ ഖുർആനിനെ നാം അവതരിപ്പിച്ചത് ലൈലത്തുൽ ഖദറിലാണ്, വിധി നിർണയ രാത്രി. ഖുർആനിനെ അവതരിപ്പിച്ചത് എന്ന് പറയുമ്പോൾ മുമ്പ് സൂചിപ്പിച്ചിരുന്നു, അല്ലാഹുവിന്റെ പക്കൽ നിന്നും ലൗഹുൽ മഹ്ഫൂദിൽ നിന്നും അല്ലാഹു തആല 1-ാം ആകാശത്തേക്ക് സന്ദേശവാഹകനായ ജിബ്രീൽ അലൈഹിസ്സലാമിന് സന്ദർഭാനുസരണം അല്ലാഹുവിന്റെ അനുമതിയോടെ മനുഷ്യർക്ക് കൈമാറാൻ വേണ്ടി അല്ലാഹു പ്രകാശനം ചെയ്ത ഒരു രാത്രിയാണ്. വമാ അദ്റാക മാ ലൈലത്തുൽ ഖദർ. എന്താണ് ലൈലത്തുൽ ഖദർ എന്ന് നിനക്കറിയുമോ? ലൈലത്തുൽ ഖദരി ഖൈറും മിൻ 1000 ഷഹർ. അത് 1000 മാസങ്ങളേക്കാൾ
ശ്രേഷ്ഠമായ ഒരു രാത്രിയാണ്. തനസ്സലുൽ മലായികത്തു വറൂഹു ഫീഹാ, അതിൽ ജിബ്രീൽ അലൈഹിസ്സലാമും മറ്റു മലക്കുകളും ഇറങ്ങി വരുന്ന രാത്രിയാണ്. ബിഇദ്നി റബ്ബിഹിം, അവരുടെ റബ്ബിന്റെ പ്രത്യേകമായ അനുമതിയോടെ. മിൻ കുല്ലി അംർ, സകല സംഗതികളുടെയും വിധി തീർപ്പുമായിട്ട് വരുന്ന രാവാണത്. സലാമുൻ ഹിയ ഹത്താ മത്ലഅൽ ഫജ്ർ, അത് രക്ഷയുടെ സമാധാനത്തിന്റെ രാത്രിയാണ്. അത് നേരം പുലരുവോളം ഉണ്ടാകും. സഹോദരന്മാരെ, ഈ ആയത്ത് പരിശുദ്ധ ഖുർആൻ അവതരിച്ച ഒരു രാത്രിയുടെ മഹത്വത്തെ പറ്റി പറയുന്നതാണ്. മാത്രമല്ല, ആ രാത്രി ആവർത്തിച്ച് പരിശുദ്ധ ഖുർആനിൽ വിശ്വസിക്കുന്ന മുഅ്മിനീങ്ങളെ തേടി വരുന്ന, നൈരന്തര്യം അല്ലെങ്കിൽ നിരന്തരമായി എല്ലാ വർഷവും ആവർത്തിച്ചു വരുമെന്നറിയിക്കുന്ന പദപ്രയോഗങ്ങളിലൂടെ അള്ളാഹു പരിചയപ്പെടുത്തിയ രാത്രിയാണ്. മാത്രമല്ല, 40ഓളം ഹദീസുകളിൽ ലൈലത്തുൽ ഖദറിന്റെ പ്രാധാന്യത്തെ പറ്റി, അതിനെ പ്രതീക്ഷിക്കുന്നതിനെ പറ്റി എല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളതായിട്ട് കാണാൻ കഴിയും. അപ്പൊ അത്രമാത്രം പ്രാധാന്യമുള്ളൊരു രാവാണ് ലൈലത്തുൽ ഖദർ എന്ന് പറയും. ഇപ്രകാരം തന്നെ സൂറത്ത് ദുഹാനിന്റെ തുടക്കത്തിലും അല്ലാഹു ഈ രാവിനെ പറ്റി പറഞ്ഞിട്ടുണ്ട്. ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തിൻ മുബാറക, ഈ ഖുർആനിനെ നാം അവതരിപ്പിച്ചത് അനുഗ്രഹീതമായ ഐശ്വര്യപൂർണമായ ഒരു രാത്രിയിലാണ്. ഇന്നാ കുന്നാ മുൻസിരീൻ, നമ്മൾ ജനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകേണ്ടതുണ്ടായിരുന്നു. ജനങ്ങൾക്ക് മുന്നറിയിപ്പ് കൊടുക്കണം എന്നതുകൊണ്ട് ഈ ഖുർആനിനെ നാം അവതരിപ്പിച്ചതാണ്. ഫീഹാ യുഫ്റഖു കുല്ലു അംറിൻ ഹകീം, അനുഗ്രഹീതമായ ആ രാത്രിയുടെ മറ്റൊരു പ്രത്യേകത, ആ രാവിലാണ് യുഫ്റഖു കുല്ലു അംറിൻ ഹകീം, എല്ലാ ഓരോ വിധികളും കൽപ്പനകളും തീരുമാനങ്ങളുമെല്ലാം ഇനം തിരിച്ച് വ്യവച്ഛേദിച്ച് തീരുമാനിച്ച് നൽകപ്പെടുന്നത് പടച്ചവന്റെ സിംഹാസനത്തിൽ നിന്നും. ഹകീം, യുക്തമായ നിലയിൽ എവിടെയൊക്കെ ആർക്കൊക്കെ എന്തൊക്കെ എപ്പോഴൊക്കെ കൊടുക്കണം, എന്ത് തീരുമാനമെടുക്കണമെന്ന വിധികൾ നിർണയിച്ച് നൽകുന്ന രാവാണത്. അംറൻ മിൻ ഇൻദിന, നമ്മുടെ പക്കൽ നിന്നുള്ള കൽപ്പനയാൽ. ഇന്നാ കുന്നാ മുർസിലീൻ, തീർച്ചയായും നാം അയക്കുന്നവരാണ്. റഹ്മത്തൻ മിൻ റബ്ബിക്, നിന്റെ നാഥന്റെ കാരുണ്യമായിട്ട്. ഇന്നഹു ഹുവസ് സമീഉൽ അലീം, തീർച്ചയായും അല്ലാഹു എല്ലാം കേൾക്കുന്നവനും അറിയുന്നവനുമാകുന്നു. സഹോദരന്മാരെ, അപ്പൊ പരിശുദ്ധമായ റമദാൻ ഖുർആൻ അവതരിപ്പിക്കപ്പെട്ട മാസം, ആ മാസത്തിന് മൊത്തം പ്രത്യേകത കൽപ്പിച്ച് അല്ലാഹു നോമ്പും അതേപോലെ തന്നെ രാത്രി നമസ്കാരങ്ങളും മറ്റ് ഇബാദത്തുകളും ഇതിനൊക്കെ വമ്പിച്ച പ്രാധാന്യവും പ്രതിഫലവും അല്ലാഹു നൽകിയിട്ടുണ്ട്. അതിലേറെ സവിശേഷമായ ഒരു സന്ദർഭത്തിന് പ്രത്യേകമായ ഊന്നലും കൊടുത്തിട്ടുണ്ട് അല്ലാഹു തആല. അത് അവസാന 10 ഏതോ ഒരൊറ്റയായ രാവിൽ ആണ് ആ രാത്രിയുള്ളത്. ഒറ്റയായ രാവെന്ന് പറയുമ്പോ 2 ഹദീസ് ഒറ്റയായ രാവുകളെ കുറിച്ച് കാണാം. നിങ്ങൾ 21, 23, 25, 27, 29 ഒക്കെ പ്രതീക്ഷിക്കാം നിങ്ങൾക്ക്. അതേപോലെ തന്നെ പറയുന്നുണ്ട് ഫീ താസിഅത്തിൻ തബ്ഖ, 29 ഉള്ളപ്പോൾ 9 നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. 9 അവശേഷിക്കുമ്പോൾ 27 അവശേഷിക്കുമ്പോൾ അതുപോലെ ഫീ ഖാമിസത്തിൻ തബ്ഖ, 5 അവശേഷിക്കുമ്പോൾ
3 അവശേഷിക്കുമ്പോൾ എന്നൊക്കെ പറയുന്ന ഹദീസും കാണാൻ കഴിയും. അപ്പൊ അവസാനത്തെ 10 എന്നത് കണക്കാക്കുമ്പോൾ ഇവിടെ നിന്ന് 21, 23, 25 എന്ന് തുടങ്ങി അവസാനം 29 വരെ നിൽക്കുന്ന ഒറ്റയായ രാവ് എന്ന് ഇവിടുന്ന് അങ്ങോട്ട് ഒറ്റയെ എണ്ണാൻ കഴിയും. എന്നാൽ 9 ശേഷിക്കുമ്പോൾ, 7 ശേഷിക്കുമ്പോൾ, 5 ശേഷിക്കുമ്പോൾ, 3 ശേഷിക്കുമ്പോൾ എന്നൊക്കെ പറയുമ്പോൾ അവസാനത്തെ 10, 29 ഉണ്ടെങ്കിൽ ആ ഒറ്റയായ രാവ് നമ്മൾ കണക്കാക്കുന്ന ഇരട്ടയായ രാവിലായിരിക്കും വരിക. അവിടെയും നമുക്ക് ഒരു ലക്കി സ്വഭാവത്തിൽ അങ്ങനെ ഒറ്റയായ രാവിലെ സ്വന്തമാക്കാൻ കഴിഞ്ഞുകൊള്ളണമെന്നില്ല. അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവസാനത്തെ 10 പൂർണ്ണമായും 10 ദിവസവും അല്ലാഹുവിന്റെ ഭവനത്തിൽ ഇഅ്തികാഫിൽ കഴിഞ്ഞുകൂടുകയായിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലോകത്തോട് വിട പറയുന്ന വർഷത്തിൽ 20 ദിവസമാണ് ഇഅ്തികാഫിൽ കഴിഞ്ഞത്. വളരെ സുദീർഘമായ നിലയിൽ പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുകയും ചിന്തിക്കുകയും വിങ്ങിപ്പൊട്ടുകയും നമസ്കരിക്കുകയും കാലിൽ നീരുകെട്ടുവോളം നിന്ന് നമസ്കരിക്കുകയും ദിക്ർ ചെയ്യുകയും ദുആ ചെയ്യുകയും ഒക്കെ ചെയ്തുകൊണ്ട് അല്ലാഹ് എന്ന ധ്യാനത്തിൽ കഴിഞ്ഞുകൂടുന്ന ഒരു സന്ദർഭം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധമായ ഖുർആൻ അവതരിപ്പിക്കുന്നതിന് ആദ്യമായി നബിയുടെ മനസ്സിനെ പ്രാപ്തമാക്കിയത് ബഹളമയമായ അന്തരീക്ഷത്തിൽ നിന്നും അലവസരമുണ്ടാക്കുന്ന സാഹചര്യങ്ങളിൽ നിന്ന് നബിയെ ഒഴിച്ചെടുത്ത് കൊണ്ടുവന്ന് ഹിറാ ഗുഹയിൽ ധ്യാന നിമഗ്നനാക്കി ഇരുത്തിക്കൊണ്ടാണ്. എല്ലാ ദുനിയാവിന്റെ ബഹളമയമായ അന്തരീക്ഷത്തിൽ നിന്നും മാറ്റി പൂർണ്ണമായി ഹിറാ ഗുഹയിൽ അല്ലാഹു നബിയെ കൊണ്ടുവന്നിരുത്തി ശുദ്ധമായ കാലി ഹൃദയത്തോടു കൂടിയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിലേക്ക് തിരിയുന്നതും ജിബ്രീൽ വരുന്നതും ഖുർആൻ അവതരിപ്പിച്ചു തുടങ്ങുന്നതും. ഇതിനോട് പ്രതീകാത്മകമായ ഒരു സന്ദർഭമാണ് ഇഅ്തികാഫ്. നമ്മൾ പരിശുദ്ധ ഖുർആനിനെ നെഞ്ചേറ്റുമ്പോൾ നമ്മൾ ഈ ഭൂലോകത്ത് അല്ലാഹുവിൻ്റെതായി വന്ന ഒരു സവിശേഷമായ സൃഷ്ടിയാണ്. നമ്മൾ ഒരുപാട് കാര്യങ്ങളെ മുഖ്യമായി കണ്ടുകൊണ്ട് ഒരുപാട് കാര്യങ്ങളിൽ വ്യാപൃതരായി നമ്മുടെ ചിന്തകൾ നമ്മളെ അലട്ടി നമ്മുടെ ശരീരത്തെയും മനസ്സിനെയും ജീവിതത്തെയും ഒരു വഴിക്കെത്തിച്ചിട്ടുണ്ടാകും. എല്ലാ ചിന്തകൾക്കും, എല്ലാ മനോവ്യാപാരങ്ങൾക്കും, എല്ലാ ടെൻഷനുകൾക്കും എല്ലാം അവധി കൊടുത്ത് ശൂന്യമായ ഹൃദയത്തോടെ പടച്ചവന്റെ പള്ളിയിൽ അല്ലാഹ് എന്ന ചിന്തയിൽ സകലതിനെയും വിട്ടൊഴിഞ്ഞു വന്നിരിക്കുന്ന ഒരു സന്ദർഭം. അവിടെ ഇരുന്നിട്ട് നമ്മൾ ഖുർആനിനെ വീണ്ടും ഹൃദയത്തിൽ ഏറ്റുവാങ്ങുകയാണ്. അങ്ങനെ നമ്മൾ ആ ഖുർആനിനോടൊപ്പം ജീവിക്കാൻ നമ്മൾ ശ്രമിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് ആയിഷ റളിയല്ലാഹു തആല പറഞ്ഞതെന്താ? കാന ഖുലുഖുൽ ഖുർആൻ. നബിയുടെ ജീവിതം ഖുർആനായിരുന്നു എന്നാണ്. ഖുർആൻ ഒരു പുസ്തക രൂപത്തിൽ, ഗ്രന്ഥ രൂപത്തിൽ വന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലശേഷമാണ്. ആ ഖുർആൻ നേരത്തെ സഹാബാക്കളുടെ ഹൃദയത്തിലും ജീവിതത്തിലുമാണ് ജീവിച്ചു കൊണ്ടിരുന്നത്. അത് അലമാരകളിലും മേശപ്പുറത്തും വിശ്രമിക്കാൻ തുടങ്ങിയത് പിന്നീടാണ് സഹോദരന്മാര്. ആ ഖുർആൻ ജീവിക്കുന്ന പ്രതികളായിരുന്നു, ജീവിക്കുന്ന പുറങ്ങളായിരുന്നു ആ ഖുർആനിൽ ഉണ്ടായിരുന്നത് നബിയിലൂടെയും സഹാബാക്കളിലൂടെയും. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആലയുടെ കാലഘട്ടത്തിലാണ് ആ ഖുർആനിനെ ഗ്രന്ഥരൂപത്തിലേക്ക് ക്രോഡീകരിച്ചത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ഗ്രന്ഥരൂപത്തിലേക്ക് നമ്മുടെ മുമ്പിൽ വന്ന ഖുർആൻ അതിനെ ഗ്രന്ഥരൂപത്തിൽ തന്നെ ഓതി തീർക്കുന്നതിനപ്പുറം അത് ഓതി തീർക്കണം, ഖുർആനിനെ ഓതാൻ പഠിക്കണം, ഓതി തീർക്കണം. അത് പുണ്യകരമാണ്. പക്ഷേ അതിന്റെ യഥാർത്ഥ ലക്ഷ്യം എന്താണ്? അത് ഹിദായത്തിന്റെ ഗ്രന്ഥമാണ്. അത് നമ്മുടെ ജീവിതത്തിലേക്ക് ചലിക്കുന്ന, സഞ്ചരിക്കുന്ന ഖുർആനാക്കി നമ്മൾ മാറ്റേണ്ടതുണ്ട്. എവിടെയും ഖുർആൻ നമ്മളിലൂടെ ജീവിക്കുന്ന അവസ്ഥയുണ്ടാക്കി തീർക്കേണ്ടതുണ്ട്. അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാകാൻ നമുക്ക് ഈ അവസാനത്തെ 10 ദിനങ്ങളിൽ അവസരമുണ്ട്. ഒഴിഞ്ഞു കിട്ടുന്ന സമയം കഴിവിന്റെ പരമാവധി എല്ലാവരും പള്ളികളിൽ കഴിയാൻ വേണ്ടി ശ്രമിക്കണം. ഒഴിവ് കിട്ടുന്ന സമയങ്ങളിൽ ഓടി ഓടി എത്താൻ ശ്രമിക്കണം. രാത്രി സമയങ്ങളിൽ വീട്ടിൽ കിടന്നുറങ്ങുന്നതിന് പകരം പള്ളിയിൽ വന്ന് ഹയാത്താക്കാനുള്ള ശ്രമങ്ങൾ നടത്തണം. അങ്ങനെ നമ്മളെ പറ്റി, നമ്മുടെ റബ്ബിനെ പറ്റി ഖുർആനുമായി ജീവിതത്തെ ഒത്തുനോക്കിക്കൊണ്ട് നമുക്ക് നമ്മളെ തിരുത്താൻ കഴിയണം. അപ്പോഴേ നമ്മൾ അല്ലാഹുവിന്റെ മുമ്പിൽ രക്ഷപ്പെടുകയുള്ളൂ. അതിനനുസരിച്ച് നമ്മുടെ തേട്ടങ്ങൾ അല്ലാഹുവിനോട് ഉണ്ടാകണം. ആയിരക്കണക്കിന്, ലക്ഷക്കണക്കിന് ആവശ്യങ്ങളും
അള്ളാഹുവിന്റെ മുമ്പിൽ കെട്ടിക്കിടക്കണം. അവസാനം ലൈലത്തുൽ ഖദറിന്റെ നിർണായകമായ രാത്രിയിൽ അള്ളാഹു അതിന് അനുകൂലമായി നമ്മുടെ കാര്യത്തിൽ തീരുമാനമുണ്ടാകണം. നമ്മുടെ വ്യക്തി ജീവിതത്തിൽ, കുടുംബ ജീവിതത്തിൽ, തൊഴിൽ ജീവിതത്തിൽ, സാമൂഹിക ജീവിതത്തിൽ, രാഷ്ട്രീയ ജീവിതത്തിൽ, ഉമ്മത്തിന്റെ പൊതുവായ ജീവിതത്തിൽ, ലോകത്തിന്റെ കാര്യത്തിൽ തന്നെ അല്ലാഹു തആല അനുകൂലമായ തീരുമാനമെടുക്കാൻ നമ്മൾ അല്ലാഹുവിന്റെ ഗ്രന്ഥത്തെ നെഞ്ചോട് ചേർത്ത് പിടിച്ചുകൊണ്ട് റബ്ബേ ഞാൻ ഇതിനൊപ്പം ജീവിച്ചു കൊള്ളാമെന്ന് പ്രതിജ്ഞ ചെയ്യാൻ, അതിലെ വിധിവിലക്കുകൾ പരിശോധിച്ച് ജീവിതത്തോട് ചേർത്ത് വെക്കാൻ നമുക്ക് സാധിക്കണം. ഖുർആൻ ഇങ്ങനെ പാരായണം ചെയ്തു പോയപ്പോ മഹാനായ അഹ്നഫ് ഇബ്നു ഖൈസ് റഹിമഹുല്ലാഹ്, അദ്ദേഹം ഒരു താബിഈ പണ്ഡിതനാണ്. അദ്ദേഹം ഖുർആൻ ഇങ്ങനെ പാരായണം ചെയ്തു പോവുകയാണ്. അദ്ദേഹം അദ്ദേഹത്തിന്റെ വായനാനുഭവം പങ്കുവെക്കുന്നുണ്ട്. അദ്ദേഹം പറഞ്ഞു, ഞാനിങ്ങനെ ഖുർആൻ ഓതി പോകുമ്പോ അവിടെ ഒരു ആയത്ത് കണ്ടു. ഫീഹി ദിക്റുക്കും അഫലാ തഅഖിലൂൻ, ഫീഹി ദിക്റുക്കും അഫലാ തഅഖിലൂൻ, അതിൽ നിങ്ങളുടെ വർത്തമാനമുണ്ട്. ദിക്റുക്കും, നിങ്ങളുടെ വർത്തമാനമുണ്ട്. അഫലാ തഅഖിലൂൻ, നിങ്ങൾ ചിന്തിക്കുന്നില്ലേ? അദ്ദേഹം പെട്ടെന്ന് മുസ്ഹഫ് അങ്ങനെ അടക്കി വെച്ചിട്ട് ചിന്തിക്കാൻ തുടങ്ങി. എന്നെ പറ്റിയോ? ഈ ഖുർആനിലോ എന്നെ പറ്റി പറയുന്നുണ്ടോ? അതെ. അദ്ദേഹം ഖുർആനിൽ നിന്ന് അദ്ദേഹത്തെ കണ്ടെത്താൻ ശ്രമിച്ചു. ഖുർആനിലൂടെ ഇങ്ങനെ സഞ്ചരിച്ചു. അതിൽ കുറേയേറെ മനുഷ്യർ പല ഭാഗങ്ങളിലും കൂടി നിൽക്കുന്നുണ്ട്. നല്ല മനുഷ്യരും ചീത്ത മനുഷ്യരും ഒക്കെയുണ്ട്. നല്ല നല്ല സ്വഭാവ ഗുണങ്ങൾ, വളരെ മോശപ്പെട്ട സ്വഭാവ ഗുണങ്ങൾ, ഇതൊക്കെയുള്ള ഒരുപാട് ആളുകളുടെ ഇടയിലൂടെ അദ്ദേഹം സഞ്ചരിച്ച് അദ്ദേഹം പറയുന്നു, ഞാൻ അവസാനം എന്നെ കണ്ടെത്തി. ഞാൻ ആ കൂട്ടത്തിലുണ്ടോ എന്ന് പരതി നോക്കി, ഞാൻ അവിടെ ഇല്ല. ഇക്കൂട്ടത്തിലുണ്ടോ എന്ന് ഞാൻ പരതി നോക്കി, അവിടെ ഞാനില്ല. ആ ആയത്തുകളെല്ലാം ഈ സന്ദർഭത്തിൽ ഇവിടെ ഓതി കേൾപ്പിക്കുക പ്രയാസമാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ ചുരുക്കി പറയുകയാണ്, ഞാൻ ഓരോ ആയത്തിലൂടെയും ഇങ്ങനെ സഞ്ചരിച്ചു, ഞാൻ അവിടെയൊന്നുമില്ല. അവസാനം ഞാൻ ഖുർആനിലൂടെ യാത്ര ചെയ്ത് ഒടുവിൽ ഞാൻ എന്നെ കണ്ടെത്തി. ഞാനൊരു കൂട്ടത്തിന്റെ ഇടയിൽ നിൽക്കുകയായിരുന്നു. അദ്ദേഹം പറയുകയാണ്, അവസാനം ഞാൻ എന്നെ കണ്ടെത്തി. സൽക്കർമ്മങ്ങളും ദുഷ്കർമ്മങ്ങളും ഒക്കെ ചെയ്തു പോകുന്ന ആളുകളുടെ കൂട്ടത്തിൽ ഞാൻ എന്നെ കണ്ടെത്തി. ഞാൻ അവിടെ നിന്ന് എന്നെ തിരുത്താൻ തുടങ്ങി. ഖുർആനിൽ ഏറ്റവും മുമ്പേ യാത്ര ചെയ്യുന്ന ആളുകളോടൊപ്പം ഞാൻ കൂടെ കയറാൻ തുടങ്ങിയെന്ന്. സഹോദരന്മാരെ, ഇതേപോലെ നമ്മൾ പരിശുദ്ധ ഖുർആനിലൂടെ മുമ്പോട്ട് പോകണം. റമദാൻ കഴിയുമ്പോ ഒരു ഖുർആന്റെ സംസ്കാരം ഇവിടെ തങ്ങി നിൽക്കണം. മഴകൾ പെയ്യും, വമ്പിച്ച മഴകൾ ഉണ്ടാകും. ആ മഴകളിൽ വമ്പിച്ച കുത്തൊഴുക്കുകൾ ഉണ്ടാകും. ആ മഴകൾ പലയിടത്തും വെള്ളങ്ങൾ കെട്ടി നിർത്തും. ചിലപ്പോ ജലാശയങ്ങളിൽ നല്ല വെള്ളം പിന്നെയും കെട്ടി നിൽക്കും. അതവിടെ ഒരുപാട് ഉപകാരങ്ങൾ ഉണ്ടാക്കി തീർക്കും. എന്നാൽ വേറെ ചില വെള്ളം ആ മഴ നിലയ്ക്കുന്നതോടുകൂടി വറ്റിപ്പോവുകയും അത് തിരിച്ചിറങ്ങിപ്പോവുകയും ചെയ്യും. അതിൽ വലിയ പതകളൊക്കെ ഉണ്ടാകും, കുമിളകൾ പൊട്ടിപ്പോകും. ഖുർആൻ മഴയെ വിശേഷിപ്പിച്ചതിന്റെ ആലങ്കാരികമായ മനോഹരമായ ഭാഗങ്ങൾ ഖുർആനിലുണ്ട്. സഹോദരന്മാരെ, ഇതേപോലെ റമദാൻ നമ്മളിലേക്കൊരു വേലിയേറ്റം നടത്തി കടന്നു വരുമ്പോ അതിൻ്റെതായ ഒരു ഒരു അനുഭവം നമുക്കെല്ലാവർക്കും മനസ്സിനെ നനച്ചു കുളിര് കോരിയിട്ടുണ്ടാകും. പക്ഷേ റമദാന്റെ മഴ തിരിച്ചിറങ്ങിപ്പോകുമ്പോ അതിനേക്കാൾ വേഗത്തിൽ തിരിച്ചിറങ്ങിപ്പോകുന്നവരായി നമ്മൾ മാറിപ്പോകരുത്. മറിച്ച് ആ മഴ നമ്മുടെ മനസ്സിൽ നനവ് സൃഷ്ടിക്കണം. അവിടെ നിന്ന് ഖുർആന്റെ ബീജങ്ങൾ, വിത്തുകൾ അത് പൊട്ടി മുളയ്ക്കണം. നമ്മുടെ ജീവിതത്തിലേക്ക് ഒരു നന്മ മരമായി ഉയർന്നു പൊങ്ങണം. അതിന്റെ വേരുകൾ ഭൂമിയിലേക്ക് ആഴ്ന്നു പോകുന്ന, നല്ല വാക്കുകളുടെ ഉപമ ഖുർആൻ പറയുന്നു. ഭൂമിയിലേക്ക് ആഴ്ന്നു പോകുന്ന ശിഖരങ്ങൾ ആകാശം മുട്ട ഉയർന്നു നിൽക്കുന്ന, അതിന്റെ ചുറ്റുപാടും അതിന്റെ കവരങ്ങൾ വീശി അതിൽ നിന്നും പൂക്കൾ പിന്നീട് കായ്കനികളെ, പഴങ്ങളെ ഉൽപ്പാദിപ്പിച്ച് ജനങ്ങൾക്ക് ആളുകൾക്ക് ഇഷ്ടം പോലെ പഴങ്ങൾ സമ്മാനിക്കുന്ന ഒരു നന്മ മരമായി വിശുദ്ധ ഖുർആന്റെ വിശുദ്ധ വാക്കുകൾ നമ്മിൽ അനുരണനങ്ങൾ സൃഷ്ടിക്കാൻ, നമ്മുടെ മനസ്സിനെ റബ്ബിന്റെ
സഹോദരന്മാരെ, നമ്മൾ ആലോചിക്കണം. ഈ റമദാൻ കഴിഞ്ഞു പോകുമ്പോ ഖുർആനിന്റെ ഒരു സംസ്കാരം എന്നിൽ അവശേഷിക്കണം, എന്റെ കുടുംബത്തിലുണ്ടാകണം, എന്റെ നാട്ടിലുണ്ടാകണം എന്ന ഒരു വാശി നമുക്കുണ്ടായാലേ നമ്മൾ രക്ഷപ്പെടുകയുള്ളൂ. നമ്മൾ ആലോചിച്ചു നോക്കി, ഈ റമദാൻ കടന്നു വന്ന സമയത്ത് ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ ഇവിടെ എന്തായിരുന്നു സ്ഥിതി? ഇവിടെ വ്യാപകമായ നിലയിൽ മയക്കുമരുന്നും മദ്യവും ലഹരി പദാർത്ഥങ്ങളും അതേപോലെ വ്യാജമായ നിലയിൽ അല്ലെങ്കിൽ താൽക്കാലികമായ നിലയിലുള്ള ലഹരി വേട്ടകളും ഒക്കെ ഇവിടെ നടന്ന് ഒരു മഴ പെയ്ത്ത് എന്നതുപോലെ ഒരു ബഹളം ഇവിടെ ഉണ്ടായി, എല്ലാം കെട്ടടങ്ങി പോവുകയാണ്. ഒരു സംഭവം ഉണ്ടാകുമ്പോ വമ്പിച്ചൊരു ബഹളം, ഒരു വേട്ടയാടൽ, ഒരു പ്രസ്താവന, ഒരു ചാനൽ ചർച്ച, ഇതെല്ലാം വന്ന് എല്ലാം കെട്ടടങ്ങി പോവുകയാണ്. പിന്നെയും ആ ലഹരി എന്ന തിന്മ നമ്മുടെ സമൂഹ ഗാത്രത്തിൽ ഉള്ളിൽ ഉണ്ടുറങ്ങുകയും നമ്മുടെ ശരീരഗാത്രത്തെ മുഴുവനും നശിപ്പിച്ച് നാമാവശേഷമാക്കുകയും ചെയ്യുക തന്നെയാണ് ചെയ്യുന്നത്. ഇവിടെ നമുക്ക് നമ്മിൽ ലഹരിയില്ലെന്ന് തീരുമാനിക്കാൻ എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, കുഞ്ഞനുജന്മാരെ, വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, നിങ്ങളോടുകൂടിയാണ് ഈ ഓർമ്മപ്പെടുത്തൽ. നമ്മുടെ കലാലയങ്ങളിൽ, നമ്മുടെ സ്കൂളുകളിൽ, നമ്മുടെ പഠനമുറികളിൽ, നമ്മുടെ വഴിയോരങ്ങളിൽ, നമ്മുടെ ഉദ്യോഗ മേഖലകളിൽ, നമ്മുടെ തൊഴിലിടങ്ങളിൽ ലഹരിയെ അകറ്റി നിർത്താൻ ഖുർആന്റെ കൽപ്പനയെ നമുക്ക് കേൾക്കാൻ സാധിക്കുമെങ്കിൽ ഈ റമദാൻ സാർത്ഥകമായിരിക്കുന്നു. അല്ലാഹു പറഞ്ഞല്ലോ, ഇന്നമൽ ഖംറു വൽ മൈസിറു വൽ അൻസാബു വൽ അസ്ലാം റിജ്സും മിൻ അമലി ശൈത്താൻ. ഈ മദ്യം, ലഹരി, അതേപോലെ തന്നെ ഈ ചൂതാട്ടം, ഇതെല്ലാം പൈശാചികമായ പ്രവർത്തികളിൽ പെട്ടതാണ്. അതിനെ നിങ്ങൾ കൈവിടണം. നിങ്ങൾക്ക് വിജയിക്കണമെങ്കിൽ, രക്ഷപ്പെടണമെങ്കിൽ നിങ്ങൾ കൈയൊഴിയണം. എന്നിട്ട് ഖുർആൻ പറഞ്ഞത് എന്താ? ഇന്നമാ യുരീദു ശൈത്താനു അയ്യൂഖിഅ ബൈനകുമുൽ അദാവത വൽ ബഗ്ളാ. ശൈത്താൻ നിങ്ങൾക്കിടയിൽ ശത്രുതയും പകയും വളർത്താനാണ് ശ്രമിക്കുന്നത്. ഫിൽ ഖംറി വൽ മൈസിർ, ലഹരിയിലൂടെയും അതേപോലെ ചൂതാട്ടത്തിലൂടെയും ശത്രുതയും പകയും വളർത്താനാണ് ശ്രമിക്കുന്നത്. വയസുദ്ധക്കും അനുസരിക്കില്ല, അള്ളാഹുവിന്റെ സ്മരണയിൽ നിന്നും നിങ്ങളെ തടഞ്ഞു നിർത്താനാണ് ഉദ്ദേശിക്കുന്നത്. നമസ്കാരത്തിൽ നിന്നും അകറ്റിക്കൊണ്ടുപോകാനാണ് ഉദ്ദേശിക്കുന്നത്. ഇത്രത്തോളമൊക്കെ ആയിട്ടും നിങ്ങൾക്ക് ഇനിയും ഇത് കൈവെടിയാൻ സമയമായിട്ടില്ലേ എന്ന് ഖുർആൻ അന്നത്തെ ആളുകളോട് ചോദിച്ചപ്പോ, ഇന്ന് സമാനമായ അവസ്ഥയിൽ കുടുംബങ്ങളിൽ കൊലപാതകങ്ങൾ, മാതാപിതാക്കളെ വെട്ടി വീഴ്ത്തുന്ന, സ്വന്തം മക്കളെയും അനുജരെയും തല്ലിക്കൊള്ളുന്ന കലാപങ്ങളും ക്രൂരമായ പൈശാചികമായ കൊലപാതകങ്ങളും അരങ്ങേറുന്ന ഈ കാരണമായി തീരുന്ന ഈ ലഹരി നിങ്ങൾക്ക് ഒഴിവാക്കാൻ സമയമായിട്ടില്ല എന്ന് ഖുർആൻ ചോദിക്കുമ്പോ, സഹോദരന്മാരെ, ഒരു ഖത്തം തീർക്കുന്നതിനേക്കാൾ 10 കോടി ദിക്റും സ്വലാത്തും ചെല്ലുന്നതിനേക്കാൾ ഈ ഒരൊറ്റ ആയത്തെടുത്ത് മുമ്പിൽ വെച്ചിട്ട് എന്റെ സഹോദര ചിന്തിക്കൂ, ഞാൻ ഇനി ലഹരിയുടെ വഴിയിലില്ല എന്ന് ചിന്തിക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിനെ പിടിച്ചു നിർത്താൻ കഴിഞ്ഞാൽ, ഞാൻ വിശന്നപ്പോൾ തിന്നിട്ടില്ല, ദാഹിച്ചപ്പോൾ കുടിച്ചിട്ടില്ല, ഭോഗതൃഷ്ണയുണ്ടായിട്ടും ഞാൻ ആ വഴിക്ക് പോയിട്ടില്ല, ഞാൻ എന്നെ നിയന്ത്രിക്കുകയായിരുന്നു, ഇനിയും ഞാൻ എന്നെ നിയന്ത്രിക്കുമെന്ന് തീരുമാനിക്കാൻ നമുക്ക് കഴിഞ്ഞാൽ ഈ റമദാൻ കൊണ്ട് നമ്മൾ രക്ഷപ്പെട്ടിരിക്കുന്നു, നമ്മൾ വിജയിച്ചിരിക്കുന്നു. സഹോദരന്മാരെ, അതുകൊണ്ട് അത്തരത്തിലുള്ള കൂട്ടുകെട്ടുകൾ നിങ്ങൾ ഒഴിവാക്കണം. ആ വഴിക്ക് ഇനി പോകരുത്, ഒരിക്കൽ പോലും അത് നുണഞ്ഞു പോകരുത്. നുണഞ്ഞു പോയവൻ അതിൽ പെട്ടുപോയത് തന്നെ. മദ്യം, ലഹരി എല്ലാ തിന്മകളുടെയും മാതാവാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ അർത്ഥത്തിലെ നമ്മൾ അതിനെ മാറ്റി നിർത്തണം. ആ മാതാവിനെ നമ്മൾ പിടികൂടിയാൽ, കൂടെ കൊണ്ടുപോയാൽ ഒരുപാട് കുഞ്ഞുങ്ങൾ അതിന്റെ പിന്നാലെ വരും. അതിന്റെ ഒക്കെ ഉത്തരവാദിത്തം നമുക്കായിരിക്കും. ലഹരിയിൽ തുടങ്ങി അവസാനം ജീവിതം ഹോമിപ്പിക്കുന്ന, നശിപ്പിക്കുന്ന സകലമാന തിന്മകളും വരിവരിയായി നമ്മളിലേക്ക് കടന്നു വരും. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് ഖുർആന്റെ സംസ്കാരം ലഹരി മുക്ത ജീവിതമാവട്ടെ. റമദാനിൽ നമ്മൾ നേടിയെടുത്തത് ലഹരി മുക്തമായ ഒരു ജീവിതത്തിന് വേണ്ടിയുള്ള ദൃഢപ്രതിജ്ഞയായിക്കൊള്ളട്ടെ എന്ന് നമ്മൾ തീരുമാനിക്കണം. അതേപോലെ തന്നെ അവിഹിത ബന്ധങ്ങൾ വർദ്ധിച്ചു വരുന്ന കാലമാണ്. ലിവിംഗ് ടുഗദറിന്റെ പേരിൽ, ബെസ്റ്റിയുടെ പേരിൽ, ലവറിന്റെ പേരിൽ
അങ്ങനെ എന്തൊക്കെയോ ഓമനപ്പേരുകൾ ലൈംഗിക അരാജകത്വത്തിന് മാറി മാറി വിളിച്ചുകൊണ്ട് നമ്മുടെ മക്കൾ കലാലയങ്ങളിൽ പെൺകുട്ടികളുടെ ആൺകുട്ടികളുടെ കയ്യും പിടിച്ച് തോളിൽ കൈയിട്ട് ചുംബിച്ച് തെരുവിൽ നടക്കുന്ന കാഴ്ച നമ്മൾ കണ്ട് കണ്ട് മടുത്തിരിക്കുന്നു. ഇപ്പൊ കുടുംബജീവിതങ്ങൾ വിജയിക്കാതെ വന്നിരിക്കുന്നു. തമ്മിലടിച്ചു ഉടക്കി പിരിഞ്ഞു പോകുന്ന കാലമാണിത്. കാരണം ഒരുപാട് പൂക്കളിൽ നിന്ന് തേർന്നുകൊന്ന് നടന്നവർക്ക് ഒരിടത്ത് ഒതുങ്ങാൻ സാധിക്കാത്ത അവസ്ഥയാണുള്ളത്. അങ്ങനെ കുടുംബ ജീവിതങ്ങൾ തകർന്നുകൊണ്ടിരിക്കുന്ന, കുടുംബ വ്യവസ്ഥ തകർന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലത്ത് കുടുംബ വ്യവസ്ഥയിലേക്ക് തിരിച്ചു നടക്കാൻ, നമുക്ക് ധാർമ്മികമായ വിശുദ്ധി കാത്തു സൂക്ഷിക്കാൻ നമ്മുടെ മക്കള് പ്രാപ്തരാകണം. അന്തസ്സോടുകൂടി കൂടെ പഠിക്കുന്ന ആണിനെയോ പെണ്ണിനെയോ സ്വന്തം സഹോദരനായി സഹോദരിയായി കാണാൻ മാത്രം കഴിഞ്ഞുകൊണ്ട് മാന്യമായി സമ്പർക്കം പുലർത്താൻ, പഠനാവശ്യങ്ങൾക്ക് മാത്രം സമ്പർക്കം പുലർത്താൻ നമുക്ക് സാധിച്ചുകൊണ്ട് അവിടെ നമ്മുടെ ലൈംഗിക സദാചാര വിശുദ്ധി കാത്തു സൂക്ഷിക്കാൻ എന്റെ പ്രിയപ്പെട്ട അനുജന്മാരെ, സഹോദരന്മാരെ, നമ്മൾ മുമ്പിൽ നിൽക്കണം. നീ ഈ കാലഘട്ടത്തിന് പറ്റിയവനല്ല, നീ അപരിഷ്കൃതനാണ്, നീ ഏതോ കാടൻ സമൂഹത്തിൽ വളർന്ന ഒരു മതത്തിന്റെ ആളാണ് എന്നൊക്കെ പറഞ്ഞ് നമ്മളെ കളിയാക്കിയെന്ന് വരും. മദ്യപിക്കാത്തവരെയും പെൺകുട്ടികളെ കൂടെ കൊണ്ട് നടക്കാത്തവരെയും നിനക്കൊന്നും തലയിൽ ആള് താമസമില്ല, നിനക്കൊന്നും ബുദ്ധിയില്ല, നീ വേറെ ഏതോ നൂറ്റാണ്ടിൽ ജനിക്കേണ്ടവനാണ് എന്നൊക്കെ പറഞ്ഞ് നമ്മളെ ട്രോളുമ്പോ നമ്മൾ അന്തസ്സോടെ നമ്മൾ ഉയർത്തിപ്പിടിക്കുന്ന സംസ്കാരത്തിന്റെ മൂല്യത്തിന്റെ ഉന്നതമായ ഭാവങ്ങൾ ആശയ സംവേദനത്തിലൂടെ, അതേപോലെ സംവാദത്തിലൂടെ ഉയർത്തിപ്പിടിച്ച് നെഞ്ചു നിവർത്തി ഞാനൊരു മുസ്ലിമാണടാ, ഞാനൊരു മുസ്ലിമാണടി എന്ന് പറയാനുള്ള ആർജവം, ആദർശപരമായ ആർജവം നമ്മൾ നേടിയെടുത്താൽ ഈ റമദാൻ സാർത്ഥകമായി തീർന്നിരിക്കുന്നു, നമ്മൾ വിജയിച്ചിരിക്കുന്നു. പലിശ എല്ലാ മേഖലയിലേക്കും കടന്നു വന്ന് കാർന്ന് തിന്നുകൊണ്ടിരിക്കുകയാണ്. ആളുകൾ കടക്കടയിൽ അകപ്പെടുന്നതും നാശത്തിലേക്ക് പോകുന്നതും പലിശയുടെ വാതിലുകൾ തുറക്കുന്നത് കൊണ്ടാണ്. കച്ചവടം മനുഷ്യനെ വളർത്തുകയും പലിശ മനുഷ്യന്റെ വിലാസം മായ്ച്ചു കളയുകയും ചെയ്യുമെന്ന് വിശുദ്ധ ഖുർആൻ. അല്ലദീന യഅകുലൂന റിബ ലാ യഖൂമുന ഇല്ലാ കമാ യഖൂമുല്ലദീ യതഖബ്ബതഹു ശൈത്താൻ. ഈ പലിശ ഭുജിക്കുന്ന ആളുകൾ, അതിൽ ഇടപാട് നടത്തുന്നവർ, അവർ പിശാച് ബാധിച്ചവരെ പോലെ മാത്രമേ എഴുന്നേറ്റ് നിൽക്കാൻ സാധിക്കുകയുള്ളൂ. അവനെ പിശാച് ബാധിച്ചതുപോലെ അവൻ വീണ്ടും എഴുന്നേറ്റ് നടക്കും. മുമ്പോട്ട് പോകാൻ അവന് കഴിയില്ല. അല്പമൊന്ന് നടക്കുമ്പോ മുമ്പിൽ ഒരു കുഴിയിൽ വീണു പോകും, വീണ്ടും എഴുന്നേക്കും, വീണ്ടും മുമ്പോട്ട് പോകും. ഈ അവസ്ഥയിലാണ്. അങ്ങനെ സംഭവിക്കാനുള്ള കാരണം അവരുടെ അഭിപ്രായമാണ്, അവരുടെ മനോഭാവമാണ്. എന്താണെന്നില്ലേ, കച്ചവടം എന്നതും പലിശ എന്നതും തുല്യമാണ് എന്നവർ പറഞ്ഞതാണ്. കച്ചവടവും പലിശയും തമ്മിൽ എന്ത് വ്യത്യാസമിരിക്കുന്നു, അതും ഇതുമൊക്കെ ഒരുപോലെയല്ലേ എന്ന അവരുടെ വാദഗതിയാണ് എന്ന് വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ബഖറ 275 നമ്മെ ഓർമ്മിപ്പിക്കുന്നു. അതുകൊണ്ട് സഹോദരന്മാരെ, ആരെങ്കിലും ഒക്കെ കടക്കണികളിൽ അകപ്പെട്ടു പോകുന്നുണ്ടെങ്കിൽ ആത്മപരിശോധന നടത്തണം. ഞാൻ വഴിവിട്ട വഴികളിലൂടെ പോയത് കൊണ്ട് എനിക്ക് സംഭവിച്ചു പോയതാണോ എന്ന്. ഒരുപാട് ആളുകൾ അങ്ങനെ പെട്ടുപോവുകയാണ്. അതുകൊണ്ട് അത്തരം മേഖലയിൽ നിന്ന് പിന്തിരിയാൻ ഈ റമദാൻ നമുക്ക് പ്രചോദനം നൽകിയാൽ, ഖുർആന്റെ സംസ്കാരം നമ്മിലേക്ക് ഏറ്റുവാങ്ങിയാൽ നമ്മൾ വിജയം വരിച്ചവരായി തീരും, റമദാൻ സാർത്ഥകമായി തീരും. അതുപോലെ മാതാപിതാക്കൾ അധികപ്പെട്ടായിക്കൊണ്ടിരിക്കുന്ന കാലമാണ്. അണുകുടുംബത്തിലേക്ക് നമ്മൾ പോകുന്തോറും നമ്മൾ ഒരു മൈക്രോ ഫാമിലിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോ അവിടെ ഞാനും എന്റെ കെട്ടിയോളും കുട്ടികളും എന്ന ഒരവസ്ഥയിൽ എനിക്ക് സുഖിച്ച്, ഞങ്ങൾക്കിവിടെ ഹരിതാപമായ നിലയിൽ വളരെ സുഖിച്ച് ശീതീകരിച്ച മുറികളിൽ സന്തോഷത്തോടു കൂടി നിൽക്കണം. അവിടെ ഒരു കലപിലയും ഒരു വാർദ്ധക്യത്തിന്റെ പിച്ചുമ്പയും അവിടുത്തെ മുറുക്കി തുപ്പുന്ന അല്ലെങ്കിൽ അവിടെയുള്ള ഏതെങ്കിലും വൃത്തികേടുകൾ അവിടെ ഉണ്ടാകാൻ പാടില്ല. അതൊരു അഭംഗിയാണ് ഒരു വാർദ്ധക്യം ചെന്ന ഒരാൾ വീട്ടിലുണ്ടാവുക എന്നത്. അതുകൊണ്ട് തന്റെ സഹോദരങ്ങളുടെ തലയിൽ വെച്ചു കൊടുക്കുന്ന, അതല്ലെങ്കിൽ ബന്ധുവീട്ടുകളിലേക്ക് അവരെ തള്ളിക്കളയുന്ന, അതുമല്ലെങ്കിൽ അവരെ വിദേശത്തേക്ക് പോയിട്ട് നാട്ടിൽ വല്ല ജോലിക്കാരെയും വെച്ചു കൊടുത്തിട്ട് ഏതെങ്കിലും ജീവികളെ വളർത്തും പോലെ മാതാപിതാക്കളെ നോക്കാൻ ഏൽപ്പിച്ചു കൊടുക്കുന്ന അത്തരത്തിലുള്ള ആളുകളുണ്ട്. മാതാപിതാക്കൾ കൂട്ടുകാരേക്കാൾ
ഒരുപാട് വേദന അനുഭവിച്ച് പ്രസവിച്ച് മുലയൂട്ടി പാലൂട്ടി വളർത്തിയവരാണ് നമ്മുടെ മാതാപിതാക്കൾ. അവരാണ് നമുക്കെല്ലാം നൽകിയത്, നമ്മെ പിച്ച വെപ്പിച്ചത്, നമ്മെ ഈ അവസ്ഥയിൽ എത്തിച്ചത്. അവരെ വേദനിപ്പിക്കുന്ന ഒരു വാക്ക് പോലും പറയരുത്. രണ്ടാലൊരാളോ രണ്ടുപേരുമോ നിന്റെ അടുക്കൽ വാർദ്ധക്യത്തിലെത്തിയാൽ എന്നൊരു വാക്ക് പോലും പറഞ്ഞു പോകരുതെന്ന് ഖുർആൻ പറയുമ്പോ അതിനെതിരെ നമ്മൾ പ്രവർത്തിച്ചിട്ട് എത്ര ഹത്ത ഓതിയിട്ടെന്ത് കാര്യം സഹോദര, എത്ര തറാവീഹ് നമസ്കരിച്ചിട്ടെന്ത് കാര്യം, എത്ര നോമ്പ് പിടിച്ചിട്ടെന്ത് കാര്യം. അതുകൊണ്ട് ഖുർആൻ പറഞ്ഞ സംസ്കാരത്തിലേക്ക് തിരിച്ചു നടക്കൂ. നിങ്ങളുടെ ഉമ്മയെ നിങ്ങൾ ചുംബിച്ചിട്ടുണ്ടോ? ഉമ്മയെ നിങ്ങൾ കെട്ടിപ്പുണർന്നിട്ടുണ്ടോ? നിങ്ങളുടെ ബാപ്പയ്ക്ക് ഒരു ചുംബനം കൊടുത്തിട്ടുണ്ടോ? അതിന് സഹായകമായ നിലയിൽ പ്രിയപ്പെട്ട ഉപ്പമാരെ നിങ്ങൾ നിങ്ങളുടെ മക്കളെ ചുംബിച്ചിട്ടുണ്ടോ? സഹോദരന്മാരെ, അതുകൊണ്ട് നമ്മൾ ഊഷ്മളമായ ബന്ധം പടച്ച തമ്പുരാനെ കഴിഞ്ഞാൽ ഭൂലോകത്ത് നമുക്കുണ്ടാവേണ്ട ഊഷ്മളമായ ബന്ധം മാതാപിതാക്കളും മക്കളും തമ്മിലാണ്. ഇന്നലെ നമ്മളെ വളർത്തി വലുതാക്കിയവരാണവർ. കിടക്കയിൽ മടിയിൽ മൂത്രമൊഴിച്ചവർ, കാഷ്ടിച്ചവർ, ഉറക്കം നഷ്ടപ്പെടുത്തിയവർ. അവരെ ഇന്ന് വളർന്ന് വലുതായി പറക്കമുറ്റി നിൽക്കുമ്പോ നമ്മൾ കിടക്കയിലേക്ക് ആ കുഞ്ഞുങ്ങളെ പോലെ കിടക്കയിൽ മലമൂത്ര വിസർജനം ചെയ്യുന്നവരും തുണി ഉടുക്കാത്തവരും ഭക്ഷണം കഴിക്കാൻ അറിയാത്തവരും കുട്ടികളെ പോലെ പിച്ചും പേരും പറയുന്നവരുമായി മാറുമ്പോ ഇന്ന് നമ്മൾ അന്നത്തെ പോലെ, അന്ന് നമ്മളെ പോറ്റിയ ആ മാതാപിതാക്കളെ പോലെ ഇന്ന് കുട്ടിത്തത്തിന്റെ അവസ്ഥയിലേക്ക് പോയ മാതാപിതാക്കളെ പോറ്റാൻ, കൈകൊണ്ട് മലമൂത്ര വിസർജനങ്ങൾ കഴുകി വൃത്തിയാക്കാൻ, അവിടെ വസ്ത്രങ്ങൾ വൃത്തിയാക്കി കൊടുക്കാൻ, അവരെ കെട്ടിപ്പിടിക്കാൻ, നെറ്റിയിലും കവിളിലും ചുടുചുംബനങ്ങൾ മാറി മാറി കൊടുക്കാൻ, അവർ പറയുന്ന ബുദ്ധിസഹമല്ലാത്ത വാക്കുകൾ ക്ഷമയോടെ കേട്ടിരിക്കാൻ നമുക്ക് കഴിയണം. ഇപ്പോ അവർ പറയുന്ന എന്തെങ്കിലും കുറ്റവും കുറവും കണ്ട് അവരോട് പ്രതികരിക്കേണ്ട സമയമല്ല. അവരൊരു പ്രത്യേക പ്രായത്തിലെത്തിയിരിക്കുന്നു. അവരുടെ വാക്കും നാക്കും നോക്കും എല്ലാം വ്യത്യസ്തമായിരിക്കും. അവർ പിറുപിറുപ്പിന്റെ സമയമാണ്, അത്തും പിത്തും പറയുന്ന സമയമാണ്. അവരെ ആക്ഷേപിക്കരുത്, പരിഹസിക്കരുത്, അവർക്ക് അവസരങ്ങൾ നിഷേധിക്കരുത്. അവരെ പരിഗണിക്കണം, സന്തോഷിപ്പിക്കണം, നല്ല വാക്കുകൾ പറയണം അവരോട്. ഖുർആൻ ആവർത്തിച്ച് പറയുന്നു, കാരുണ്യത്തിന്റെ ചിറകുകൾ താഴ്ത്തിക്കൊടുക്കൂ എന്ന്. നമ്മളൊരു തള്ളപ്പക്ഷി അതിന്റെ കുഞ്ഞുങ്ങളെ ഇങ്ങനെ അണച്ചണച്ച് അതിന്റെ ചിറകിന്റെ അടിയിലേക്ക് ഒതുക്കും പോലെ ഇപ്പൊ നിങ്ങൾക്കൊരു ചിറകുണ്ടാകണം, കാരുണ്യത്തിന്റെ ചിറക്. നിങ്ങളുടെ അമ്മയെ, നിങ്ങളുടെ തള്ളയെ, നിങ്ങളുടെ മാതാവിനെ, ഉമ്മയെ, ബാപ്പയെ അണച്ച് ആ ചിറകിന്റെ അടിയിലേക്ക് കയറ്റണം. കാരുണ്യത്തിന്റെ ചിറകാണ് കൊടുക്കേണ്ടത്. എന്നിട്ട് പ്രാർത്ഥിക്കണം, പടച്ചോനെ എന്റെ കുട്ടിക്കാലത്ത് അവർ രണ്ടുപേരും സംരക്ഷിച്ചതുപോലെ നീ അവരോട് കരുണ ചൊരിയണമേ എന്ന് പ്രാർത്ഥിക്കണം. ഇത് നിങ്ങൾ പഠിച്ചോ സഹോദര? നമ്മൾ ചെയ്തോ സഹോദര? എന്റെ ഉമ്മയ്ക്കും ബാപ്പയും സുഖമില്ലാതെ കിടന്നപ്പോ കൂട്ടുനിന്നോ സഹോദര? അവരെ പരിചരിച്ചോ സഹോദര? എങ്കിലല്ലേ നമ്മൾ മുഅ്മിനീങ്ങളാവൂ. ഇല്ലെങ്കിൽ അല്ലാഹ് ഇങ്ങനെ ആവർത്തിച്ച് പറയുന്നതിൽ എന്താ അർത്ഥമാണുള്ളത്? നമ്മൾ എത്ര ഹത്തമാതിയിട്ട് നോമ്പ് പിടിച്ചിട്ടും എന്ത് കാര്യം? അതുകൊണ്ട് അതെല്ലാം ചെയ്യുന്നതിനോടൊപ്പം അർത്ഥമുണ്ടാവട്ടെ. അർത്ഥമുള്ള ഒരു നോമ്പ്, അർത്ഥമുള്ള ഒരു ഖുർആൻ, അർത്ഥമുള്ള ഒരു ഇസ്ലാം നമ്മളിലേക്ക് കടന്ന് കയറി വരട്ടെ സഹോദരങ്ങളെ. അതേപോലെ തന്നെ പരിശുദ്ധ ഖുർആൻ ആവർത്തിച്ച് പറയുന്ന ഒരു കാര്യമാണ്. നമ്മുടെ സാമൂഹിക ജീവിതത്തില് നമ്മുടെ പണ്ഡിതന്മാര് പലരും, നമ്മുടെ നേതാക്കന്മാര് പലരും ശത്രുമാരെയും മിത്രമാരെയും എന്ന് നോക്കാതെ പെരുമാറിക്കൊണ്ടിരിക്കുകയാണ്. പരിശുദ്ധ ഖുർആൻ പറഞ്ഞല്ലോ, യാ അയ്യുഹല്ലദീന ആമനൂ ലാ തത്തഖിദു അദുവ്വി വഅദുവ്വകും ഔലിയാ തുൽഖൂന ഇലൈഹിം ബിൽ മവദ്ദ വഖദ് കഫറു ബിമാ ജാഅകും മിനൽ ഹഖ്. വിശുദ്ധ ഖുർആൻ പറഞ്ഞു, ഹേ സത്യവിശ്വാസികളെ, നിങ്ങൾ ഒരിക്കലും എന്റെയും നിങ്ങളുടെയും ശത്രുക്കളെ നിങ്ങൾ മിത്രങ്ങളാക്കരുത്. തുൽഖൂന ഇലൈഹിം ബിൽ മവദ്ദ, അവരുമായിട്ട് സ്നേഹഭാഷണങ്ങൾ നടത്തി അവർക്ക് സ്നേഹം പങ്കുവച്ചുകൊണ്ട് നിങ്ങളുടെ മിത്രങ്ങളാക്കരുത്. വഖദ് കഫറു ബിമാ ജാഅകും മിനൽ ഹഖ്, നിങ്ങൾക്ക് വന്നിട്ടുള്ള സത്യത്തെ
അവർ നിഷേധിച്ചു കളഞ്ഞവരാണ് അവർ. എന്നിട്ട് ഖുർആൻ അവസാനം പറഞ്ഞു, ആരെങ്കിലും അങ്ങനെ ചെയ്താൽ അവൻ വഴിതെറ്റിപ്പോയവനാണ്, പിഴച്ചുപോയവനാണ്. നമ്മുടെ ഈ കാലഘട്ടത്തില് ഇന്ത്യ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ദേശീയ രാഷ്ട്രീയത്തിൽ RSSന്റെ അല്ലെങ്കിൽ സംഘപരിവാർ ഫാഷിസത്തിന്റെ ഏറ്റവും വലിയ തേർവാഴ്ചകൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലമാണ്. ഈ ഒരു സമൂഹത്തെ മുഴുവനും നശിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോ അവരോട് ആ ഭരണകൂടത്തിന്റെ തിന്മകളെ നാവ് തുറന്ന് വായ തുറന്ന് എതിർക്കേണ്ടതിന് പകരം ഭരണാധികാരിയുടെ തിന്മകളെ ജനാധിപത്യപരമായി തന്നെ അവകാശമുള്ളപ്പോൾ തുറന്നെതിർക്കാൻ പിശുക്ക് കാണിക്കുകയും അതിന് താല്പര്യപ്പെടാതിരിക്കുകയും ചെയ്യുന്ന ഒരു ഭാഗം, മറുഭാഗത്താകട്ടെ അത്തരം ശക്തികളുമായി വട്ടമേശ സമ്മേളനം നടത്തുന്ന നമ്മുടെ പണ്ഡിതന്മാരും നേതാക്കന്മാരും ഉണ്ടായിപ്പോയാൽ ഇവർ പിഴച്ചുപോയവരാണെന്ന് ഖുർആൻ പറയുകയാണ്. അതുകൊണ്ട് സഹോദരന്മാരെ, ഖുർആൻ ഒരുപാട് സ്ഥലത്ത് പറയുന്നുണ്ട്, അല്ലദീന യത്തഖിദൂനൽ കാഫിരീന ഔലിയാ, നിങ്ങൾ ഈ സത്യവിരോധികളെ ആത്മമിത്രങ്ങളാക്കുന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള ആളുകളെ മിൻ ദൂനിൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങളെ കൂടാതെ സത്യവിരോധികളുമായി ഒന്നിച്ചിരിക്കുക, സൗഹാർദ്ദം പങ്കുവെക്കുക, ഇഫ്താറിൽ പങ്കെടുക്കുക, പെരുന്നാളിന് കൂടെ കൂട്ടുക, സമ്മേളനങ്ങൾക്ക് അതിഥിയായി വിളിക്കുക. എന്നാൽ നിങ്ങളുടെ മുസ്ലിം സഹോദരന്മാർ അവരെ നിങ്ങൾ ആദർശപരമായ എന്തോ ചില അഭിപ്രായ വ്യത്യാസത്തിന്റെ പേരിൽ അവരെ കൂടെ കൂട്ടൂല, ഇഫ്താറിന് വിളിക്കൂല, കൂടെ നിന്ന് നമസ്കരിക്കൂല, തുടർന്ന് നമസ്കരിക്കൂല, ജനാസ നമസ്കരിക്കൂല, കല്യാണം നടത്തൂല. ഇങ്ങനെ അവസ്ഥയിൽ നിസ്സഹകരണവുമായി പോകുന്നു. ഖുർആൻ ചോദിക്കുന്നു, പറയുന്നു, അല്ലദീന യത്തഖിദൂനൽ കാഫിരീന ഔലിയാ മിൻ ദൂനിൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങളെ മാറ്റി നിർത്തിയിട്ട് സത്യവിരോധികളെ ആത്മമിത്രങ്ങളാക്കുന്നവർ അയബ്തഊന ഇൻദഹുമുൽ ഇസ്സ, അവർ ഈ ശത്രുക്കളുടെ അടുക്കൽ നിന്നും അന്തസ്സ് പ്രതീക്ഷിക്കുകയാണോ അവർ? ഫഇന്നൽ ഇസ്സത ലില്ലാഹി ജമീഅ, തീർച്ചയായും ഇസ്സത്ത്, പ്രതാപം, അഭിമാനം, അന്തസ്സ് അത് അല്ലാഹുവിന് അവകാശപ്പെട്ടതാണ്. അത് അല്ലാഹുക്കും വലില്ലാഹിൽ ഇസ്സത്തു വലിറസൂലിഹി വലിൽ മുഅ്മിനീൻ, അല്ലാഹുക്കും റസൂലിനും മുഅ്മിനീങ്ങൾക്കും ഉള്ളതാണ് ഇസ്സത്ത് എന്ന് പറയുന്നത്. അതുകൊണ്ട് സഹോദരന്മാരെ, നമ്മുടെ ഈ തലതിരിഞ്ഞ സമീപനം ഖുർആന്റെ സംസ്കാരത്തെ ഉൾക്കൊള്ളാതെ ശത്രുവിനെ മിത്രമാക്കുകയും മിത്രമാക്കേണ്ടവരെ ശത്രുവാക്കുകയും ചെയ്യുന്ന ആ ഏതോ പാട്ടിൽ പറഞ്ഞതുപോലെ ബന്ധുവാര് ശത്രുവാരു എന്ന് ചോദിച്ചതുപോലെ ബന്ധുവിനെയും ശത്രുവിനെയും തിരിച്ചറിയാതെ തലതിരിഞ്ഞ സമീപനം ഖുർആന്റെ കാര്യത്തിൽ എടുത്തുകൊണ്ട് മുമ്പോട്ട് പോയാൽ അല്ലാഹുവാണ് സത്യം, നമ്മൾ പിഴച്ചു പോകും, നമ്മൾ നശിച്ചു പോകും, അല്ലാഹു നമ്മളെ പരീക്ഷിക്കും. അതുകൊണ്ട് ഈ ഖുർആൻ സമ്മേളനങ്ങൾ നടന്നോട്ടെ, ഖുർആന്റെ പേരിൽ ഹിഫ്ദ് കോളേജുകൾ നടന്നോട്ടെ, ഖുർആന്റെ പേരിൽ ഒരുപാട് ഖിറാഅത്ത് മത്സരങ്ങൾ നടന്നോട്ടെ, സംഭാവനകളും സമ്മാനങ്ങളും പ്രഖ്യാപിച്ചോട്ടെ. പക്ഷേ ഒരു കാര്യം, ആ ഖുർആനിലുള്ള വാക്കുകൾ അക്ഷരം പ്രതിപാലിക്കാൻ അത് നടത്തുന്ന നേതാക്കന്മാരും പണ്ഡിതന്മാരും ബാധ്യസ്ഥരാണ്. ഖുർആൻ അവതരിച്ച ഈ റമദാൻ മാസത്തെ സാക്ഷി നിർത്തിക്കൊണ്ട് നമ്മളത് ഓർക്കേണ്ടതുണ്ട്. അല്ലാഹു നമ്മളെ നേരായ വഴിയിൽ നയിക്കുമാറാകട്ടെ. അതുപോലെ ഒരു കാര്യം കൂടി പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയാണ്. ആഹാര പദാർത്ഥങ്ങളുടെ കാര്യത്തിൽ ധൂർത്ത് ഈ കാലഘട്ടത്തിന്റെ ഒരു പ്രത്യേകതയായി മാറിക്കൊണ്ടിരിക്കുകയാണ്. കണ്ട തെരുവ് കടകളിലൊക്കെ കയറി ഇഷ്ടം പോലെ വാങ്ങി തിന്ന് നശിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മൾ. അല്ലാഹു പറഞ്ഞല്ലോ, നിങ്ങൾ ഒരിക്കലും കുലു വശ്റബു വലാ തുസ്രിഫു, നിങ്ങൾ തിന്നോളൂ കുടിച്ചോളൂ, ധൂർത്തന്മാരാകരുത് എന്ന്. നമ്മുടെയൊക്കെ അവസ്ഥ എന്താ? ഈ റമദാനിൽ എന്താ? ആത്മനിയന്ത്രണത്തിന് വേണ്ടിയാണ്, എല്ലാത്തിനെയും പരിമിതപ്പെടുത്താനാണ് നോമ്പ് പിടിക്കാൻ പറഞ്ഞത്. തിന്നാതെ കുടിക്കാതെ അങ്ങനെ കഴിഞ്ഞ് അതിൽ നിന്നും പരിമിതമായി ഏറ്റവും ആവശ്യമായത് കഴിക്കാനുള്ള ഒരു ഭക്ഷണശീലം, ഒരു ഭക്ഷ്യ സംസ്കാരം നമ്മളിലേക്ക് കൊണ്ടുവരാൻ ഇത് നിമിത്തമാവണം. അതിനുകൂടിയാണ് നോമ്പ് എന്ന് പറയുന്നത്. പക്ഷെ ഇന്ന് നമ്മുടെ അവസ്ഥ എന്താണ്? നോമ്പ് തുറക്കുന്നതോടെ റെയിൽവേ ഗേറ്റ് തുറന്നതുപോലെ എല്ലാം ഇങ്ങോട്ട് വലിച്ചു വാരി ഉള്ളിലേക്ക് തട്ടി കയറ്റുകയാണ്. എന്തൊക്കെയാണ് നമ്മൾ കഴിക്കുന്നത്? യാതൊരു ആരോഗ്യപ്രദമല്ലാത്ത ഭക്ഷണങ്ങളും എല്ലാം വലിച്ചു വാരി കയറ്റിക്കൊണ്ടിരിക്കുന്നു. തെരുവുകളിൽ ഇഷ്ടം പോലെ കച്ചവടമാണ്. നേരത്തെ തുണിക്കച്ചവടം മാത്രമായിരുന്നെങ്കിൽ ഇന്ന് എണ്ണപ്പലഹാരങ്ങളും ഒരുപാട് ഇനങ്ങളും കൊണ്ട് തെരുവുകൾ മേളകളാക്കി മാമാങ്കമാക്കി മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. സഹോദരന്മാരെ, ഇങ്ങനെ തിന്ന് തീർക്കാനുള്ളതല്ല ഈ പരിശുദ്ധമായ റമദാൻ. നമ്മൾ ഒരുപാട് തിന്ന് രോഗികളായി മാറിക്കൊണ്ടിരിക്കുന്നു. മാരകമായ രോഗങ്ങൾക്ക് അടിമകളായിക്കൊണ്ടിരിക്കുകയാണ്. ഒരു ശരിയായ ആരോഗ്യത
ആരോഗ്യദായകമായ ഭക്ഷ്യപദാർത്ഥങ്ങൾ കഴിക്കണം. വലാ തത്ഗൗ ഫീ, അതിൽ നിങ്ങൾ അമിതം കാണിക്കരുത്. ഫയഹില്ല അലൈക്കും വളബി, അങ്ങനെ വന്നാൽ എന്റെ കോപം നിങ്ങൾക്കിറങ്ങും. വമയഹില്ല അലൈഹി വളബി, എന്റെ കോപം അവൻ ഇറങ്ങിയാൽ ഫഖദ് ഹവ, അവൻ തുലഞ്ഞു പോകും, നശിച്ചു പോകും. തിന്നുന്ന കാര്യത്തിലും പടച്ചോന്റെ കോപമുണ്ടെന്ന് മനസ്സിലാക്കണം. ആവശ്യമായ തോതിൽ, അളവിൽ ആരോഗ്യദായകമായി കഴിക്കാൻ ഒരു പുതിയ ഭക്ഷ്യ സംസ്കാരം ഈ റമദാൻ നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. അത് നമുക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞാൽ ഖുർആന്റെ സംസ്കാരത്തെ ഉയർത്തിപ്പിടിച്ച് മുമ്പോട്ട് പോകാൻ കഴിയും. അള്ളാഹു നമ്മെ എല്ലാവരെയും സഹായിക്കുമാറാകട്ടെ. ഇങ്ങനെ ഖുർആനിന്റെ ഓരോ ആയത്തുകൾക്കുമൊപ്പം ജീവിതത്തെ കൊണ്ടുപോയി ക്രമപ്പെടുത്താൻ, ബാലൻസ് ചെയ്യാൻ നമുക്ക് എല്ലാവർക്കും സാധിക്കേണ്ടതുണ്ട്. അള്ളാഹു നമ്മെ എല്ലാവരെയും സഹായിക്കുമാറാകട്ടെ. അങ്ങനെ ഖുർആനിന്റെ കൾച്ചർ നെഞ്ചേറ്റിയവൻ പടച്ചോനെ എന്നെ രക്ഷിക്കണേ എന്ന് പറഞ്ഞ് വാവിട്ട് നിലവിളിക്കുന്ന പാതിരാ പ്രാർത്ഥനകൾക്കിടയിൽ അള്ളാഹു അവന്റെ ഈ ലൈലത്തുൽ ഖദറിന്റെ മഹാസൗഭാഗ്യം അവനെ തേടി വരാതിരിക്കില്ല. 1000 മാസങ്ങളെക്കാൾ ശ്രേഷ്ഠമായ രാത്രിയിൽ സാക്ഷാൽ അല്ലാഹുവിന്റെ റസൂലിന്റെ മുമ്പിൽ ഇറങ്ങി വന്ന ജിബ്രീൽ സഹോദര എന്റെയും നിങ്ങളുടെയും മുമ്പിൽ വരും. ആ ജിബ്രീൽ അലൈഹിസ്സലാം മലക്കുകളുടെ പരിവാരവുമായിട്ട് കടന്നു വരും. നമുക്ക് അനുകൂലമായി വിധികൾ നൽകും, സലാമത്ത് തരും, റഹ്മത്ത് തരും, സമാധാനം തരും, കാരുണ്യം തരും, ബറക്കത്ത്, ഐശ്വര്യം തരും. നമ്മുടെ കാര്യത്തിൽ നല്ല വിധികൾ ഉണ്ടാകും. ആ അവസ്ഥയിൽ നമുക്ക് ജീവിച്ചു മരിക്കാൻ അള്ളാഹു നമുക്ക് എല്ലാവർക്കും തൗഫീഖ് തരുമാറാകട്ടെ. മഹത്തായ പുണ്യങ്ങൾ കരഗതമാക്കുന്ന മഹത്തായ അവസ്ഥകൾ അള്ളാഹു നമുക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ എല്ലാവർക്കും അള്ളാഹു പുറത്തു കൊടുക്കട്ടെ. നമ്മുടെ എല്ലാ അമലുകളും അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അന്തസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അന്തത് തവ്വാബുർ റഹീം. 1-2 അറിയിപ്പുകൾ.